നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ ടൈപ്സ് ആണ് പലതരം പ്രൊഡക്ഷൻ. ഇതാണ് മെയിനായിട്ട് വരുന്ന 4 ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻസ്. ഫസ്റ്റ് വൺ ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ, സെക്കൻഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ, തേർഡ് അസംബ്ലി ലൈൻസ്, ഫോർത്ത് സെല്ലുലാർ പ്രൊഡക്ഷൻ. ഇതിനകത്ത് ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷനിൽ വരുന്ന 3 ക്ലാസിഫിക്കേഷനാണ്: ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ, ബാച്ച് പ്രൊഡക്ഷൻ, അതേപോലെ പ്രൊജക്റ്റ് ഇൻഡസ്ട്രീസ്. ഇനി കണ്ടിന്യൂസ് പ്രൊഡക്ഷനിൽ വരുന്നതാണ് മാസ് പ്രൊഡക്ഷനും അതേപോലെ ഫ്ലോ പ്രൊഡക്ഷനും. അപ്പോൾ ഇതിനകത്ത് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഫസ്റ്റ് വൺ ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് വരുന്നത് ഇതിനകത്ത് ഒരു സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഡിമാൻഡ് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനുശേഷം അത് വെറുതെ ഇരിക്കുന്നു. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫ്ലോ അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷനിൽ വരുന്ന 3 എണ്ണമാണ് എന്താണ്: ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ, ബാച്ച് പ്രൊഡക്ഷൻ, അതുപോലെ പ്രൊജക്റ്റ് ഇൻഡസ്ട്രീസ്. അപ്പം ബേസിക്കലി എന്താണ് ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ നോക്കാം. ഹിയർ ദ ഗുഡ്സ് ആർ മാനുഫാക്ചേർഡ് സ്പെഷ്യലി ടു ഫുൾഫിൽ ഓർഡേഴ്സ് മെയ്ഡ് ബൈ ദ കസ്റ്റമർ റാദർ ദാൻ ഫോർ എ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനല്ല, കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളപ്പം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഹിയർ ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഈസ് ഇൻ്റർമിറ്റൻറ്റ്. അപ്പം മെറ്റീരിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇൻ്റർമിറ്റൻ്റ് ആണ്, കണ്ടിന്യൂസ് അല്ല. അതുപോലെ ദ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ആർ ഫ്ലെക്സിബിൾ ഇനഫ് ടു ഹാൻഡിൽ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സൈസസ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് അതെല്ലാം ഫ്ലെക്സിബിൾ ആയിരിക്കും. എന്തിനു വേണ്ടിയാണ്? ഒരു വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സൈസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാനുഫാക്ചർ ദോസ് പ്രോഡക്ട്സ് വെയർ ദ basic nature of the input changes with the change in design of product and production process requires continuous adjustment. ഇനി എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഇതിൻ്റെ ഈ ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ്റെ മെയിൻ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ജനറലി സ്മോൾ. എ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് ബട്ട് interspread with weighting of operations. Sequence of operations change with different products and different batches. Next, general purpose machines and equipments adaptable for different operations are used. Next, a functional layout is usually used for flexibility. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. അതേപോലെ components are produced and stocked for assembly to finished products as per the customer requirements. Then organization of production planning and control operations in intermittent systems needs estimation of jobs, routing, schedule, preparation of manufacturing orders, dispatching and production control. Workloads are generally unbalanced. Then highly skilled operators are required for efficient use of machines and equipments. ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് അഡ്വാൻറ്റേജസ്, ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷനിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർസ് ഫോർ ദ മെഷീനറി ആൻഡ് ദ പ്ലാന്റ് ഇസ് സ്മോൾ. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഈസിലി അഡാപ്റ്റബിൾ ടു ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്റ്റ് ഡിസൈൻ. അപ്പോൾ പ്രോഡക്റ്റ് ഡിസൈൻ മാറുന്നതിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. നെക്സ്റ്റ്, ഹോൾഡ് അപ്പ് ഇൻ വൺ ഓപ്പറേഷൻ ഡസ് നോട്ട് കോസ് ഡിസ്റപ്ഷൻ ഫോർ ദ അതേഴ്സ്. അപ്പോൾ കുറേ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ഹോൾഡ് ചെയ്തെന്ന് കരുതി ബാക്കിയുള്ളതിനെ അത് ബാധിക്കില്ല. ഇനി ഇൻ ദ ഫങ്ഷണൽ ഗ്രൂപ്പിംഗ് ഓഫ് മെഷീനറി സ്പെഷ്യലൈസേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഓപ്പറേറ്റേഴ്സ് ആർ പോസിബിൾ. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഓപ്പറേറ്റേഴ്സിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻസ് പോസിബിളാണ്. ഇനി സിൻസ് ദ ഓപ്പറേറ്റേഴ്സ് ഹാൻഡിൽ എ വെറൈറ്റി ഓഫ് ജോബ്സ് ദർ ഇസ് മോർ ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഒരേ കാര്യം തന്നെ ചെയ്യാതെ പല പല കാര്യങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ. Due to frequent changes in the product design, production planning is complex and machine setups need frequent changes. അപ്പം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിരിക്കും. അതേപോലെ
മെഷീൻ സെറ്റപ്പ്സ് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, ഒപ്റ്റിമം മെഷീൻ ലോഡിംഗ് ഈസ് ഡിഫിക്കൾട്ട് ടു അച്ചീവ്. ഒപ്റ്റിമം ആയിട്ടുള്ള മെഷീൻ ലോഡിംഗ് അത് കുറച്ച് അത് പോസിബിൾ അല്ല, അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. നെക്സ്റ്റ്, റോ മെറ്റീരിയൽസ് ആൻഡ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെൻട്രീസ് ആർ ഹൈ. അപ്പോൾ റോ മെറ്റീരിയൽസ് അതുപോലെ വർക്ക് ഇൻ പ്രോസസ് ഇൻവെൻട്രി, അപ്പോൾ ഇൻവെൻട്രീസ് ഇതൊക്കെ ഹൈ ആയിരിക്കും. അതുപോലെ ഹൈലി സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് വേണം. അതേപോലെ ഇൻഎഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ ആൻഡ് എക്യുപ്മെൻറ്റ് റിസൾട്ട്സ് ഇൻ ഹൈ കോസ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലേബറിൻ്റെ യൂട്ടിലൈസേഷൻ അത് അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല, അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടും. അപ്പോൾ അതൊക്കെയായിരുന്നു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷനിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിനകത്ത് വരുന്ന അതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈ വെറൈറ്റി ആൻഡ് ലോ വോളിയം പ്രോഡക്ട്സ് ആർ മാനുഫാക്ചേർഡ്. അപ്പം ഇവിടെ വെറൈറ്റി കൂടുതലായിരിക്കും, പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകും, പക്ഷേ കുറച്ച് എമൗണ്ടിലേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഹൈ വെറൈറ്റി ആൻഡ് ലോ വോളിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട് തന്നെ ഹൈ സ്കിൽഡ് വർക്കേഴ്സ് നമുക്ക് വേണം. അതുപോലെ സെറ്റപ്പുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം, അതിൻ്റെ ടൂൾ സെറ്റപ്പ് മെറ്റീരിയലിൻ്റെ എല്ലാം നമ്മൾ സെറ്റപ്പുകൾ നമ്മൾ ഇടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം, കാരണം വെറൈറ്റി പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നതൊക്കെയാണ്. ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ്സ് ക്യാൻ ബി മെറ്റ്. നെക്സ്റ്റ്, ദർ ഇസ് നോ മാനേജറിയൽ പ്രോബ്ലം ബിക്കോസ് ഓഫ് വെരി ലെസ് നമ്പർ ഓഫ് വർക്കേഴ്സ്. കുറച്ച് വർക്കേഴ്സേ ഉള്ളൂ. ബിക്കോസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻസ്, വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഓപ്പർച്യൂണിറ്റി ടു യൂസ് ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് മെത്തേഡ്സ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ്, ആസ് എ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ഈസ് ലെസ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് വിൽ ബി ഹൈ. സ്വാഭാവികമായിട്ടും കുറച്ച് റോ മെറ്റീരിയൽസ് മതി, അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും കൂടുതലായിരിക്കും. കൂടുതലായിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങുന്ന പോലെ നമുക്കൊരു ചെറിയ പൈസയ്ക്ക് കിട്ടിയേനെ, പക്ഷേ റോ മെറ്റീരിയൽസ് കുറവായതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുതലായിരിക്കും. ഇനി ഫോർ ഹാൻഡ്ലിംഗ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ് സ്കിൽഡ് ലേബേഴ്സ് ആർ നീഡഡ്. സ്കിൽഡ് ലേബേഴ്സ് വേണം. ഇനി ഹയർ സെറ്റപ്പ് ആൻഡ് ടൂളിംഗ് കോസ്റ്റ് ഡ്യൂ ടു ഫ്രീക്വൻറ്റ് സെറ്റപ്പ് ചേഞ്ചസ്. ഇപ്പോൾ ഇടയ്ക്ക് സെറ്റപ്പുകൾ മാറ്റുന്നതുണ്ട്, അതായത് വെറൈറ്റി പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ എന്താണ് സെറ്റപ്പ് കോസ്റ്റ് അല്ലെങ്കിൽ ടൂളിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും. അടുത്ത സെക്കൻഡ്, ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷനിൽ തന്നെ സെക്കൻഡ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് വരുന്നതാണ് ബാച്ച് പ്രൊഡക്ഷൻ. ഇവിടെ ബാച്ചസ് ആയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ സിമിലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഒരു ബാച്ചായിട്ട് നമ്മൾ തിരിക്കുന്നു, ആ ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അടുത്ത ബാച്ചിൽ അതേപോലെ അങ്ങനെ ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബാച്ച് പ്രൊഡക്ഷൻ. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് പ്രോഡക്ട്സ് ഇൻ സ്മോൾ ഓർ ലാർജ് ബാച്ചസ് ഓർ ലോഡ്സ് at intervals by a series of operations, generally adopted in medium-sized enterprises, characterized by the manufacture of a limited number of products produced at regular intervals and stocked awaiting sales. It is said to lie between job production and mass production. അപ്പോൾ ജോബ് പ്രൊഡക്ഷനും മാസ് പ്രൊഡക്ഷനും ഇടയ്ക്കുള്ളൊരു കേസാണ് ഈ പറഞ്ഞ ബാച്ച് പ്രൊഡക്ഷൻ. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ, കമ്പയർഡ് ടു മാസ് പ്രൊഡക്ഷൻ ലെസ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1-2 ഐറ്റംസേ ഉണ്ടാവുള്ളൂ, അത് പക്ഷേ കുറേ എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാച്ച് പ്രൊഡക്ഷന് എന്താണ് ലെസ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്, കുറച്ച് കോസ്റ്റേ വരുന്നുള്ളൂ. ഇനി ഇഫ് ദി ഡിമാൻഡ് ഓഫ് വൺ പ്രോഡക്റ്റ് ഡിക്രീസസ് ദെൻ ദ പ്രൊഡക്ഷൻ ഓഫ് അതർ പ്രോഡക്റ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞെന്ന് കരുതി കുഴപ്പമില്ല, വേറെ പ്രോഡക്റ്റും ഉണ്ട്, അപ്പോൾ അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബാച്ച് പ്രൊഡക്ഷൻ, കമ്പയർഡ് ടു മാസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് പെർ യൂണിറ്റ് ഈസ് മോർ. അപ്പോൾ ഇവിടെ അഡ്വർടൈസിങ് കോസ്റ്റ് മാസ് പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കൂടുതലാണ്. അതിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന് കൂടുതലായിരിക്കും ഏതിനാ ബാച്ച് പ്രൊഡക്ഷന്. അതുപോലെ റോ മെറ്റീരിയൽസ് ടു ബി പർച്ചേസ്ഡ് ആർ ലെസ് ഇൻ ക്വാണ്ടിറ്റി
than that in mass production. Therefore, slightly costlier than that of mass production. ഇപ്പം മാസ് പ്രൊഡക്ഷൻ ആണെങ്കിൽ കുറേ റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, പൈസ കുറവായിരിക്കും, കോസ്റ്റ് കുറവായിരിക്കും. പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി കോസ്റ്റ്ലിയർ. നെക്സ്റ്റ്, പ്രൊജക്റ്റ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ കേസിൽ ഇൻ്റർമിറ്റൻറ്റ് പ്രൊഡക്ഷനിൽ മൂന്നാമത് വരുന്നതാണ് പ്രൊജക്റ്റ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതൊരു പ്രൊജക്റ്റ് പോലെ, പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ കോംപ്ലക്സ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് മസ്റ്റ് ബി പെർഫോംഡ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ വിത്തിൻ ദ ഗിവൺ പീരീഡ് ആൻഡ് വിത്തിൻ ദ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ചിലവ്, ഒരു എക്സ്പെൻഡിച്ചർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഒരു ടൈം പീരീഡും പറഞ്ഞിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഈ പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുക. ഹിയർ ദ ഔട്ട്പുട്ട് ഓഫ് എ പ്രൊജക്റ്റ് ഈസ് എ പ്രോഡക്റ്റ്. സച്ച് പ്രോഡക്ട്സ് ആർ ജനറലി ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇമ്മൊബിലിറ്റി ഡ്യൂറിങ് ദ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ആസ് എ പാർട്ട് ഓഫ് എ പ്രൊജക്റ്റ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എറക്ഷൻ ഓഫ് പ്ലാന്റ്സ് എക്സെട്ര. അതൊക്കെയാണ് ഈ പ്രൊജക്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷനിൽ ഉൾപ്പെടുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. അതിനകത്ത് വരുന്നതായിരുന്നു എന്താണ്, മാസ് പ്രൊഡക്ഷനും അതേപോലെ ഫ്ലോ പ്രൊഡക്ഷനും വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരത്തെ കേസിൽ എന്തായിരുന്നു, ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ ആയിരുന്നു, ഇത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കും. അപ്പം ഹിയർ the production process is carried out through a sequence of operations which forms a continuous movement or flow. ഒരു കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലോയിലൂടെയാണ് പോകുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, അല്ലെങ്കിൽ ദ പ്രൊഡക്ഷൻ മെത്തേഡ് ഈസ് ഫോർ സിംഗിൾ പ്രോഡക്റ്റ് ഇൻ ലാർജ് നമ്പർ ഓർ അറ്റ്ലീസ്റ്റ് എ ഫ്യൂ സിമിലർ പ്രോഡക്ട്സ് വിത്ത് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് സീക്വൻസസ്. മെയിൻലി ഒന്ന് അല്ലെങ്കിൽ അധികം അതേപോലുള്ള സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സ്, വളരെ കുറച്ച് പ്രോഡക്ട്സ് കുറേ നമ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഈസ് ജനറലി ലാർജ് ആൻഡ് ദ ഐറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ദ ഡിമാൻഡ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വളരെ കൂടുതലായിരിക്കും, കുറേ പ്രോഡക്റ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദ പ്രോഡക്റ്റ് ഡിസൈൻ, പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് ആൻഡ് ദെയർ സീക്വൻസ് ആർ സ്റ്റാൻഡർഡൈസ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ, പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ, അതേപോലെ ഓപ്പറേഷൻസ്, അതിൻ്റെ ഓർഡർ, സീക്വൻസ്, ഇതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഓപ്പറേഷൻ സീക്വൻസ്. അപ്പോൾ ഇതിലുപയോഗിക്കുന്ന മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം ഒരു ഓപ്പറേഷൻ സീക്വൻസ് ഉണ്ടാവും, ആ ഓർഡർ അനുസരിച്ചായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ്, സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ് ആർ യൂസ്ഡ് ഫോർ പെർഫോമിങ് സ്റ്റാൻഡർഡൈസ്ഡ് ഓപ്പറേഷൻസ്. അപ്പോൾ ഇത് ഓരോ സ്റ്റാൻഡർഡൈസ്ഡ് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയുള്ള സ്പെഷ്യലി മെയ്ഡ് ചെയ്ത്, അതായത് സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ് ഉണ്ടാവും, അവൈലബിൾ ആയിരിക്കും, അത് ഉപയോഗിച്ചിട്ടായിരിക്കും ഓപ്പറേഷൻസ് ചെയ്യുക. നെക്സ്റ്റ്, മെഷീൻ capacities are balanced so that the material flow is uniform from input to output end. അപ്പോൾ ഇൻപുട്ട് തൊട്ട് ഔട്ട്പുട്ട് വരെ ഒരു ബാലൻസ്ഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യും. നെക്സ്റ്റ്, ഫിക്സഡ് പാത്ത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഡ്യൂ ടു പ്രീഡിറ്റർമിൻഡ് ഓപ്പറേഷൻസ്. ഇപ്പോൾ ഇവിടെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്, അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് പാത്ത് ഉണ്ടാവും, അതുവഴിയായിരിക്കും ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് എന്താ, ഇതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ പ്രീ ഡിറ്റർമിൻഡ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ റേറ്റ് ഹൈ ആയിരിക്കും. ബെറ്റർ യൂസേജ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഹെൻസ് ലെസ് വേസ്റ്റേജ്. അപ്പം പ്ലാന്റിൻ്റെ അതേപോലെ മെഷീനറിയുടെ ഒക്കെ ബെറ്റർ യൂസേജ് ഉണ്ടാവും, അപ്പോൾ അതുവഴി വേസ്റ്റേജ് കുറയ്ക്കുന്നു. ആസ് റോ മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ് ഓൺ എ ലാർജർ സ്കെയിലർ, ഹയർ മാർജിൻ ഓഫ് പ്രോഫിറ്റ് ക്യാൻ ബി മെയ്ഡ് വൈൽ പർച്ചേസിങ് ദം.
അപ്പോൾ ഇവിടെ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ കേസിൽ റോ മെറ്റീരിയൽസ് കൂടുതൽ വാങ്ങുന്നുണ്ട്, നമ്മൾ കൂടുതൽ നമ്പറിൽ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പൈസയ്ക്ക് സാധനം കിട്ടും. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രോഫിറ്റ് ഉണ്ടാവും. പിന്നെ ഹിയർ ഫ്യൂ സ്കിൽഡ് ആൻഡ് റെസ്റ്റ് സെമി സ്കിൽഡ് വർക്കേഴ്സ് ആർ റിക്വയർഡ്. അപ്പോൾ ഇവിടെ സ്കിൽഡ് ലേബേഴ്സ് വളരെ കുറച്ച് മതി, അത്യാവശ്യത്തിന് മാത്രം സ്കിൽഡ് ലേബേഴ്സ് മതി, ബാക്കിയെല്ലാം സാധാരണ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ മതി, സെമി സ്കിൽഡ് ലേബേഴ്സ് മതി. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഫ്ലക്ച്വേഷൻ ഇൻ മാർക്കറ്റ് ഡിമാൻഡ്സ് ഫോർ ദ പ്രോഡക്ട്സ് മേ കോസ് പ്ലാന്റ് ഐഡ്ലിംഗ് ഓർ ഹ്യൂജ് ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോക്സ്. ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന ഡിമാൻഡിൻ്റെ ഫ്ലക്ച്വേഷൻ, ഇപ്പോൾ ഓൾറെഡി ഉള്ളൊരു ഡിമാൻഡ് അനുസരിച്ചായിരിക്കും പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് മാറി, ആ ഡിമാൻഡ് മാറിക്കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് ബാധിക്കും. കാരണം ഇതിനകത്ത് അധികം വെറൈറ്റി സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല, അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കുറച്ച് വെറൈറ്റി ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിമാൻഡ് പോയി കഴിഞ്ഞാൽ അതിനെ ബാധിക്കും. നേരത്തെ കേസിലാണെങ്കിൽ കുറേ വെറൈറ്റി പ്രോഡക്റ്റ് ഉണ്ട്, അപ്പം ഒരെണ്ണത്തിൻ്റെ ഡിമാൻഡ് പോയാലും വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാവുമായിരുന്നു. ഇവിടെ അങ്ങനെ ഇല്ല. നെക്സ്റ്റ്, ബ്രേക്ക് ഡൗൺ ഓഫ് എ മെഷീൻ ക്യാൻ സ്റ്റോപ്പ് ദ എൻറ്റയർ പ്രൊഡക്ഷൻ ലൈൻ. അപ്പോൾ ഇവിടെ ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് വേണം അടുത്തതിൻ്റെ ഇൻപുട്ടായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ഒരു സീരീസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് മെയിനായിട്ട് നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരെണ്ണത്തിന് ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ എന്താണ്, എൻറ്റയർ പ്രൊഡക്ഷൻ ലൈൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നീഡഡ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. ദെൻ ബിക്കോസ് ഓഫ് ഓൾ ദ മെഷീൻസ് ആർ വൺ purpose machines, this type of production is not changeable to other types of production. അപ്പോൾ ഇതെല്ലാം വൺ പർപ്പസ് മെഷീനാണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോബ് മാത്രം ചെയ്യുന്ന സാധനമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മെഷീൻ വേറൊരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ടുള്ള വർക്ക് ഉണ്ടാവും. നെക്സ്റ്റ്, മോസ്റ്റ് ഓഫ് ദ വർക്കേഴ്സ് ഹാൻഡിൽ ഓൺലി വൺ ടൈപ്പ് ഓഫ് വർക്ക്. അപ്പോൾ ഇതിനകത്ത് ഓരോരുത്തരും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർ പർട്ടിക്കുലർ വർക്ക് എ, അല്ലെങ്കിൽ വർക്ക് എ ചെയ്യുന്ന ആൾ വർക്ക് എ മാത്രമേ ചെയ്യുള്ളൂ, വർക്ക് ബി ചെയ്യുന്ന ആൾ ബി മാത്രമേ ചെയ്യുള്ളൂ, സി മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും എയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ബിയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. ഇനി ഇപ്പോൾ ഇതിനകത്ത് വരുന്ന രണ്ടെണ്ണമാണ്, അതായത് കണ്ടിന്യൂസ് പ്രൊഡക്ഷനിൽ വരുന്നതാണ് മാസ് പ്രൊഡക്ഷൻ, അതേപോലെ ഫ്ലോ പ്രൊഡക്ഷൻ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് മാസ് പ്രൊഡക്ഷൻ. മാസ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ ഐറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഐഡൻറ്റിക്കലായിട്ടുള്ള കുറേ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനാണ് നമ്മൾ മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ആൻഡ് ഹിയർ ദ ഔട്ട്പുട്ട് ഓഫ് വൺ ഓപ്പറേഷൻ ബിക്കംസ് ദ ഇൻപുട്ട് ഫോർ ദ സബ്സിക്വൻറ്റ് ഓപ്പറേഷൻ. Since one line can produce only one type of product, this process is also called line flow. ഇതിനെ നമ്മൾ ലൈൻ ഫ്ലോ എന്ന് നമ്മൾ പറയും. കാരണം ഇവിടെ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിരിക്കും അടുത്തതിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെ പോകുന്നു. ഡെഡിക്കേറ്റഡ് സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ് ഹാവിങ് ഹയർ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റീസ് ആൻഡ് ഔട്ട്പുട്ട് റേറ്റ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ഇതേപോലെ സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ് ആണ് മെയിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, മാസ് പ്രൊഡക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് സീക്വൻസ്. അപ്പോൾ പ്രോഡക്റ്റും അതേപോലെ പ്രോസസ് സീക്വൻസ് അതിനെയൊക്കെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, ഡെഡിക്കേറ്റഡ് സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ് ഹാവിങ് ഹയർ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റീസ് ആൻഡ് ഔട്ട്പുട്ട് റേറ്റ്സ്, ലാർജർ വോളിയം ഓഫ് പ്രോഡക്ട്സ്, ഷോർട്ടർ സൈക്കിൾ ടൈം ഓഫ് പ്രൊഡക്ഷൻ, lower in-process inventory, production planning and control is very easy, material handling can be completely automatic, output is visible in the form of identical units. ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് മാസ് പ്രൊഡക്ഷൻ. ഹൈ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ വിത്ത് റെഡ്യൂസ്ഡ് സൈക്കിൾ ടൈം. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ ആണ്. Next, less skilled operators are required, low process inventory, manufacturing cost per unit is low, balanced workload results in a smooth output rate.
as the same product is manufactured for sufficiently long time, machines can be laid down in order of processing sequence. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, മാസ് പ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജസ് വരിക. അപ്പോൾ ഇനി അതേപോലെ അഡ്വാൻറ്റേജ് പോലെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രേക്ക് ഡൗൺ ഓഫ് വൺ മെഷീൻ വിൽ സ്റ്റോപ്പ് ദ എൻറ്റയർ പ്രൊഡക്ഷൻ ലൈൻ. അതാണ് ഫസ്റ്റ് ആൻഡ് മെയിൻ. നെക്സ്റ്റ്, ലൈൻ ലേഔട്ട് നീഡ്സ് മേജർ ചേഞ്ച് വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്ഷൻ ഡിസൈൻ. പ്രോഡക്റ്റ് ഡിസൈൻ മാറുന്നതിനനുസരിച്ചുള്ള ലേഔട്ടും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്. അതുപോലെ സൈക്കിൾ ടൈം ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സ്ലോവസ്റ്റ് ഓപ്പറേഷൻ. ഇതിലെ സ്ലോവസ്റ്റ് ഓപ്പറേഷൻ ഏതാണോ അതിൻ്റെ ടൈം അനുസരിച്ചായിരിക്കും ഇതിൻ്റെ സൈക്കിൾ ടൈം ഡിറ്റർമിൻ ചെയ്യുക. ലോ മെറ്റീരിയൽ ഫെഡ് ഇനിഷ്യലി ഈസ് ഇമ്പോർട്ടൻറ്റ് സിൻസ് ഓൾ ദ ഓപ്പറേഷൻസ് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് റോ മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാ ഓപ്പറേഷൻസും. മാസ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റാണ് ഫ്ലോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോസസ് പ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ പ്ലാന്റ്, അതേപോലെ എക്യുപ്മെൻറ്റ് ആൻഡ് ലേഔട്ട് ആർ ഡിസൈൻ ടു പ്രൊഡ്യൂസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു പ്രോസസ്സിനെ ബേസ് ചെയ്ത് ഉള്ളൊരു പ്രൊഡക്ഷനാണ്. അതായത് പ്ലാന്റ്, എക്യുപ്മെൻറ്റ് ആൻഡ് ലേഔട്ട് ആർ ഡിസൈൻ ടു പ്രൊഡ്യൂസ് എ particular type of product. If the management decides to switch over to a different type of product, it will result in a extensive change in the layout and the equipment. This production is carried out continuously through a uniform and standardized sequence of operations. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് അസംബ്ലി ലൈൻസ്. അപ്പോൾ അസംബ്ലി ലൈൻസ് എന്ന് പറയുമ്പോൾ അറിയാം, അസംബ്ലി മെയിനായിട്ട് ഇത് ഓട്ടോമൊബൈൽസിലാണ് ഉപയോഗിക്കൽ. അസംബ്ലി അതായത് കുറേ പാർട്സ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പലയിടത്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, അതിനെ അസംബ്ലി ലൈനിലേക്ക് കൊണ്ടുവരുന്നു, അവിടെ അസംബിൾ ചെയ്ത് പോകുന്നു. അപ്പോൾ ഹിയർ പാർട്സ് ആർ ആഡഡ് ടു എ പ്രോഡക്റ്റ് ഇൻ എ സീക്വൻഷ്യൽ മാനർ ടു ക്രിയേറ്റ് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. This type of continuous production was first developed for the assembly of automobiles. It is now adapted for the manufacture of many other products in the electrical and electronic industries. It is useful when a limited variety of similar products is to be produced in fairly large volumes on a continuous basis. ഇനി ലാസ്റ്റ് പറയുന്നത് സെല്ലുലാർ പ്രൊഡക്ഷൻ. അത് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദ ഗ്രൂപ്പ് ടെക്നോളജി ബേസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് സെല്ലുലാർ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഇവിടെ പല സെല്ലായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് തിരിക്കും എന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു എ മാനുഫാക്ചറിങ് സിസ്റ്റം വെയറിൻ ദ മെഷീൻസ് ആർ അറേഞ്ച്ഡ് ഇൻ efficient sequence that allows a continuous and smooth movement of inventories and materials to produce products from start to finish in a single process flow while incurring minimum transport or waiting time or any delay for that matter. Cellular manufacturing is based on the principles of group technology. In group technology, groups of parts that have similar processing requirements are grouped.